ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുരിങ്ങയില പുട്ടും കടലക്കറിയും. അതിന് നമുക്ക് മസാല റെഡിയാക്കാം. പട്ട, ഗ്രാമ്പു, ഏലക്കായ, പെരുംജീരകം, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില. നല്ലോണം ഒന്ന് ചൂടായി കഴിയുമ്പോൾ കുറച്ച് തേങ്ങ ഇട്ടിട്ട് വറുത്ത് അരയ്ക്കണം കേട്ടോ. നിങ്ങളിങ്ങനെയല്ലേ ചെയ്യാറ്? നല്ലോണം ചോക്കണം, വറക്കണം തേങ്ങ. ഇനി നമുക്ക് കറി മുളകിടാനുള്ളത് നോക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചുള്ളി, ചുവന്നുള്ളി, വെളുത്തുള്ളി ഉണ്ട്. അതിലേക്ക് മല്ലിപ്പൊടി 1.5 സ്പൂൺ, മുളക് പൊടി 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ ഇട്ടിട്ട് മുപ്പിക്കാം. മൂപ്പ് കൂടാണ്ടിരിക്കാൻ 1 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തക്കാളി ഇടുക, കുറച്ച് ഉപ്പിടുക. ഇളക്കി മൂത്ത് വരുമ്പോൾ നമുക്ക് മസാല അരച്ചത് ചേർക്കാം. ഈ മസാല നല്ലോണം മൂത്ത് വരണം. വെളിച്ചെണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് കടല ഇടാം. പോരാത്ത വെള്ളം, ചൂടുള്ള വെള്ളം ഒഴിക്കണം കേട്ടോ. ഇളക്കി മാറ്റി വയ്ക്കും. ഇനി പുട്ടുണ്ടാക്കാം. പുട്ടിൻ്റെ സാധാരണ പൊടി, അതിൽ ജീരകവും മുരിങ്ങയിലയും 1 പിടി മുരിങ്ങയില ഇട്ടുണ്ട് കേട്ടോ. മുരിങ്ങയിലയും കൂടിയിട്ട് ഒരാവി വേണ്ട മുരിങ്ങയിലയ്ക്ക്. 1 സ്പൂൺ മധുരവും പഞ്ചസാര ഉപ്പും ഇട്ടിട്ട് നമുക്ക് പുട്ട് ചുട്ടെടുക്കാം. ഇനി ഒരു സൈഡ് പോലെ ബീട്രൂട്ട് ഇത് പുഴുങ്ങിയ ബീട്രൂട്ടാണ്. അതുകൊണ്ട് തന്നെ അത് കൈമേ നിറമൊന്നാവില്ല കേട്ടോ. എന്നിട്ടാണ് തൊലി കളയുന്നത്. വെന്തെടുത്തതിന് ശേഷം തൊലി കളഞ്ഞിട്ടാണ് അങ്ങനെ വട്ടത്തിൽ അരിയുന്നത്. എന്നിട്ട് അതിലേക്ക് ഉപ്പും മുളകും ചേർക്കുക. നിങ്ങൾക്കറിയാമല്ലേ അതിൻ്റെ കളറ് പോണത് ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ പോവില്ല എന്ന്. എന്നാലേ ഞാൻ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. നമ്മുടെ പുട്ടും കടലയും റെഡി ആയിട്ടുണ്ട്. മുരിങ്ങയില പുട്ട് നല്ല പുട്ടാണ്. ബീട്രൂട്ടിൻ്റെ